സെക്രട്ടറിയേറ്റിനകത്ത് വന്നാലല്ലേ നിങ്ങൾക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. നടുറോഡിൽ നിൽക്കുന്ന ജനത്തെ നിങ്ങൾ എങ്ങനെ തടയുമെന്നായിരുന്നു പിന്നീട് ജനങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും മറ്റെല്ലാ മേഖലകളിലും അദ്ദേഹത്തെ കാണാനായി നിന്ന ജനക്കൂട്ടം അത് എണ്ണാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പോയി സുഖമായി ഉറങ്ങാമെന്ന് ആരെങ്കിലും കരുതിയിരുന്നുവെങ്കിൽ അവരെ കൊണ്ട് കാത്തിരിപ്പിച്ച് എല്ലാ മലയാളികളുടെയും സ്നേഹവും കണ്ട അദ്ദേഹത്തിന് മടങ്ങാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കരുനാഗപ്പള്ളിയിൽ VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം എത്തിയത് 16 മണിക്കൂറെടുത്താണ്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഒഴുകിയെത്തി ഒരു നോക്കു കാണാൻ ക്യൂ നിന്നവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച മുഴുവൻ പേരെയും ആ മൃതദേഹം കാണിക്കാതെ അവിടെ പൊതുദർശനം അവസാനിപ്പിച്ചവർ, രാത്രി വീട്ടിലേക്ക് ഒഴുകിയെത്തിയവരെ നിരാശരാക്കി പറഞ്ഞയച്ചവർ, സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ക്യൂ നിന്നവരെ മുഴുവൻ ആ ഭൗതിക ശരീരം കാണാതെ കൃത്യസമയം പാലിച്ചവർ, ഇവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. VSന്റെ ആലപ്പുഴയിലേക്കുള്ള യാത്രാ വഴിയിൽ 10,000 തടിച്ചുകൂടി. തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്കു കണ്ടു. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് ആ ബസ് പതിയെ ഇഴഞ്ഞു നീങ്ങുകയാണ്. രാത്രി 9 മണിക്ക് ആലപ്പുഴയിൽ എത്താമെന്നും കണക്കുകൂട്ടിയവർക്ക് വീണ്ടും തെറ്റി. പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് VSന് 2 തവണ സീറ്റ് നിഷേധിക്കാൻ പദ്ധതിയിട്ടവർ, തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങി VSനെ മുഖ്യമന്ത്രിയാക്കി, പിന്നെ ഒരിക്കൽ പ്രതിപക്ഷ നേതാവും. ജനമനസ്സുകളിലെ VSന്റെ സ്ഥാനം അറിയാതെ സംസ്കാര ചടങ്ങുകളിൽ തീരുമാനമെടുത്ത CPM എന്ന പാർട്ടിയെ VS അച്യുതാനന്ദൻ വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. സമരസൂര്യൻ അവസാന യാത്രയിലും വിപ്ലവ നക്ഷത്രമാവുകയാണ്. ചുവന്ന കൊടിയുമായി കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യവുമായി അവർ ആ ബസ്സിന് പിന്നാലെ പായുകയാണ്. കേരളം ഇന്നുവരെ ആർക്കും നൽകാത്ത വീരോചിത യാത്രയായപ്പ. മാത്രവുമല്ല, ആ ബസ്സിന് പിന്നാലെ 100 കണക്കിന് ബൈക്ക് യാത്രക്കാർ. അദ്ദേഹത്തിനെ അനുഗമിച്ച ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സാധാരണക്കാരായ ജനങ്ങളുടെ ആ ഓട്ടത്തോടുകൂടിയാണ് അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോകുന്നത്. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് താൻ എന്ന് തെളിയിക്കുകയാണ് മരണത്തിലും VS. ലാൽ സലാം, റെഡ് സല്യൂട്ട് എന്നീ വിളികളിൽ മുഖരിതമായി VSന്റെ യാത്ര. ഇങ്ങനെ പോയാൽ ഇനിയും VS ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലെത്താൻ മണിക്കൂറുകൾ എടുക്കും. എല്ലാം വേഗത്തിൽ ചെയ്ത് മടങ്ങാൻ ഒരുങ്ങിയ സഖാക്കളായ നേതാക്കൾക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ. VSനെ കാണാൻ എത്തിയവരെ മുഴുവൻ ആ ശരീരം കാണാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ യാത്ര തിരുവനന്തപുരം കടക്കില്ലായിരുന്നു എന്നത് സത്യം. കുറച്ച് വേഗം കൂടിയാണ് രാത്രി 11 മണിക്ക് ശേഷം ഈ ബസ് നീങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോഴും യാത്ര ഇഴഞ്ഞു നീങ്ങുന്നു. VS എന്ന ശക്തിയെ ഒടുവിൽ ദേശാഭിമാനിയും അംഗീകരിച്ചുവെന്നതാണ് വസ്തുത. ഈ വിലാപയാത്രയെക്കുറിച്ച് ദേശാഭിമാനിയും കുറിച്ചത് ഇങ്ങനെയാണ്: അവകാശ പോരാട്ടങ്ങളുടെ പടത്തലവൻ സഖാവ് VSനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തെരുവ് വീഥികളെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമാക്കി കടന്നു പോകുമ്പോൾ മനുഷ്യചങ്ങല എന്ന പോൽ കേരളം ഒന്നിച്ചൊന്നിച്ച് തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന അത്യപൂർവ കാഴ്ചയായിരിക്കുന്നു കേരളം സാക്ഷിയാകുന്നു എന്നാണ്. മഴയത്തും നിലയ്ക്കാത്ത ആവേശം, അണമുറിയാത്ത ജനപ്രവാഹം, അണിചേർന്ന മനുഷ്യക്കടലായി, മുദ്രാവാക്യങ്ങൾ അലയൊലികളായി, അടങ്ങാത്ത ആവേശമായി ഒരു പൂമരക്കാറ്റ് പെയ്ത പോലെയാണ് VSന്റെ അടുത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത്. കുഞ്ഞുകുട്ടികൾ, ചെറുപ്പക്കാർ, അമ്മമാർ, വയോജനങ്ങൾ എന്നിങ്ങനെ ആശുപത്രി കിടക്കയിൽ നിന്ന് VSനെ അവസാനമായി കാണാനായി എത്തിയവർ വരെയുണ്ട് കൂട്ടത്തിൽ. പ്രായഭേദമന്യേ തെരുവു വീഥികളിൽ നെഞ്ചുപൊട്ടി VSനെ എതിരേൽക്കുകയാണ് അവരെല്ലാം. ജനസഹസ്രങ്ങളാണ് മുദ്രാവാക്യം വിളികളോടെ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയവർ വിശപ്പും ക്ഷീണവും മറന്ന വീഥികളിൽ കാത്തിരിക്കുകയാണ്. ദേശാഭിമാനി തന്നെ പറയുകയാണ്. 2:26 തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്നുമാണ് VSന്റെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത്. അവിടെ മുതൽ ഒപ്പം തടിച്ചുകൂടിയ ജനസാഗരം അണമുറിയാതെ യാത്രയിലൂടെ ഉടനീളം പിന്തുടരുകയാണ്. ദേശീയപാതയിലൂടെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിൽ തിങ്ങി നിറഞ്ഞ ജനം. രാത്രിയോടെ VSനെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ വിലാപയാത്ര തുടങ്ങി 10 മണിക്കൂർ പിന്നിട്ടിട്ടും തലസ്ഥാനം കടക്കാൻ ജനങ്ങളുടെ സ്നേഹം അനുവദിച്ചതേയില്ല. തിരുവനന്തപുരം ജില്ലയിൽ 27 കേന്ദ്രങ്ങളിലാണ് VSനെ കാണാൻ അവസരമൊരുക്കിയത്. ഇരു കരകളിലും മനുഷ്യമതിൽ തീർത്ത ഒരു പുഴയായി VSനൊപ്പം അവരും ഒഴുകുകയാണ്. PMGയും പ്ലാമൂടും പട്ടവും പിന്നീട് കേശവദാസപുരത്ത് എത്തുമ്പോൾ കിലോമീറ്ററുകളോളം മനുഷ്യ സഞ്ചയമായി മാറുകയായിരുന്നു. കാര്യവട്ടത്തെത്തുമ്പോൾ രാത്രി 7 കഴിഞ്ഞു. സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികളും ജീവനക്കാരുമായി 1000-ലേറെ പേർ. കഴക്കൂട്ടവും ആറ്റിങ്ങലും മനുഷ്യക്കടലായി മാറി. ഓരോ കേന്ദ്രത്തിലും ഹൃദയസ്പർശിയായ കാഴ്ചകളാണ് കാത്തിരുന്നത്. ജനമനസ് കീഴടക്കിയ സമരസൂര്യന്
ആദരമർപ്പിക്കാൻ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളും രക്തപുഷ്പങ്ങളുമായി വീണ്ടും വീണ്ടും VSനെ ചേർത്ത് പിടിക്കാനും ചേർത്ത് നിർത്താനും കേരളം. പതിയെ ഇരുട്ട് മൂടിയിട്ടും മഴ പെയ്തു തുടങ്ങിയിട്ടും വിട്ടുകൊടുക്കാൻ ജനങ്ങൾ തയ്യാറല്ല. അങ്ങനെ പെട്ടെന്നൊന്നും ഞങ്ങൾ ഞങ്ങളുടെ നായകനെ വിട്ടുതരില്ലഹേ എന്നുള്ള വെല്ലുവിളിയായിരുന്നു എല്ലാവരോടും. തലസ്ഥാന നഗരത്തിൽ നിന്ന് VSനെ പറിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു ഓരോ കേന്ദ്രവും. സമയം രാത്രി ഏറെ വൈകിയും തലസ്ഥാനത്തിന്റെ അതിർത്തി കടക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ സ്നേഹപ്പൂക്കളും അന്ത്യാഭിവാദ്യങ്ങളും VSനെ തേടിയെത്തുകയാണ്. തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്കു കാണാൻ കാത്തു നിൽക്കുന്ന ആരെയും നിരാശപ്പെടുത്തുകയാണ് വിലാപയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ. 12:40 കൊല്ലം ജില്ലയിൽ വിലാപയാത്രയ്ക്ക് പ്രവേശിക്കാനായി കഴിഞ്ഞത്. പാരിപ്പള്ളിയിൽ ജനസഹസ്രങ്ങൾ VSന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട, ബസ് ബേ, അതുപോലെ തന്നെ കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നിവിടങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് വഴികളിലെല്ലാം സ്നേഹത്താൽ പൊതിഞ്ഞ VSന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ജനങ്ങൾ. അങ്ങനെ മഴയത്തും അണയാത്ത സമര ധീര്യം എല്ലാ മനുഷ്യരുടെയും സമരജ്വാലയായി VS മാറുന്നു. അങ്ങനെ പൊടിതട്ടി എല്ലാം അവസാനിപ്പിച്ച് പെട്ടെന്നോടാം. VSനെ എത്രയും വേഗം വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കാം, അല്ലെങ്കിൽ വലിയ ചുടുകാട്ടിൽ കത്തിയെരിയിക്കാനായി കൊണ്ടു നടക്കുന്നവർ ഒന്ന് കാത്തിരിക്കേണ്ടി വരും. മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും, ഒരുപക്ഷെ ദിവസങ്ങളോളം. ജനം അനുവദിക്കണം. VSനെ വിട്ടുതരണമെങ്കിൽ ജനം സമ്മതിക്കണം. അങ്ങനെ ജനം സമ്മതിക്കുന്ന സാധ്യത വളരെ കുറവാണ്.